ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചൂടൊന്ന് നന്നായി മാറിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. പച്ചമുളക് ഒഴിവാക്കുന്നതാണെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ഇതുപോലെ നുറുക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റവയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കായം ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം. കയ്യിൽ 2 കൈയിലും ഓയിലൊക്കെ പുരട്ടിയിട്ട് നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. വെള്ളം ഒഴിക്കാനേ പാടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ആക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതിൽ ചേർത്തിരിക്കുന്ന നുറുക്ക് ഗോതമ്പും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്തതാണ്. എന്നാലും സവാള ഒന്ന് മൊരിഞ്ഞ് വരണം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സാധാരണ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സ്നാക്ക് റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്